Dear students, we are continuing the next part of animal kingdom. Phylum Ctenophora. C silent ആണ്. Phylum Ctenophora. അവരെ കോമൺലി ഓർഗാൻസിന് കോമൺലി കോംബ് ജെല്ലീസ് ഓർ സീ വാൾനട്ട്സ് എന്ന് അറിയപ്പെടുന്നു. ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ടിഷ്യൂ ഗ്രേഡ് ഓർഗനൈസേഷൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി, ആദ്യം സെല്ലുലാർ ആയിരുന്നു, ഗ്രാജുവലി ടിഷ്യൂ ഗ്രേഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിമെട്രി റേഡിയൽ സിമെട്രി ആണ്. ജേം ലെയേഴ്സ് 2 ജേം ലെയേഴ്സ് പ്രസന്റ്, സോ ഡിപ്ലോബ്ലാസ്റ്റിക്. Coelom absent, so acoelomate. Habit and habitat exclusively marine ആണ്. സോളിറ്ററി ആണ്, സിംഗിൾ ആയിട്ട് കാണാം. ആൻഡ് പെലാജിക് ഓപ്പൺ സീലാണ് കാണുക. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. ഇൻട്രാസെല്ലുലർ ആൻഡ് എക്സ്ട്രാസെല്ലുലർ ഡൈജഷൻ പ്രസന്റ്. റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെന്റ്. സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ്. റീപ്രൊഡക്ഷൻ ഓൺലി സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രസന്റ്. ഹെർമാഫ്രോഡൈറ്റ് ആണ്, ദാറ്റ് ഈസ് ബോത്ത് male and female sex organs are present in single individual. Fertilization is external. Development is indirect. That means larval stage present. Then unique features. Phylum Ctenophora മാത്രം പ്രത്യേകതകളാണ്. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് ലോക്കോമോഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ബൈ 8 വെർട്ടിക്കൽ എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ്. 8 വെർട്ടിക്കൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് അതിന്റെ സഹായത്തോടെയാണ് ലോക്കോമോഷൻ നടത്തുക. ടെൻഡക്കിൾസ് പ്രസന്റ്. Then bioluminescence ഒരു പ്രത്യേകതയാണ് അവരുടെ. It is the ability to emit light from the body. ബോഡി ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി, ആ ഫിനോമിനൻ തന്നെയാണ് ബയോലൂമിനസൻസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ പെക്യുലാരിറ്റി ഓഫ് ഓൺലി ഫൈലം ടീനോഫോറ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്ലൂറോബ്രാക്കിയ ആൻഡ് ടീനോപ്ലാന. ദെൻ അറ്റ് എ ഗ്ലാൻസ് എല്ലാ ഫീച്ചേഴ്സും കാണുകയാണ്. ടിഷ്യൂ ഗ്രേഡ് ഓർഗനൈസേഷൻ, റേഡിയൽ സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക്, എസീലോമേറ്റ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ, incomplete digestive system, respiratory system, circulatory system absent, reproduction, sexual reproduction. Then unique features, locomotion with the help of ciliated, 8 rows of ciliated completes, tentacles present. It shows bioluminescence. Examples are Ctenoplana and Pleurobrachia. So next we can pass on to phylum Platyhelminthes. Commonly flat worms എന്നാണ് അറിയപ്പെടുക. ഇവിടെ grades of organization, ടിഷ്യൂ മാറി അടുത്ത ലെവലിലേക്ക് എത്തി ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം രണ്ട് ഹയർ ലെവലിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിമെട്രി ഈസ് ബയലാറ്ററൽ സിമെട്രി. 3 germ layers present, so they are triploblastic. Coelom absent, so acoelomate. മെയിൻലി aquatic ആണ്, എൻഡോപാരസൈറ്റ്സ് ആണ്. അത് ബോഡിയുടെ ഉള്ളിലാണ് അത് കാണുക, അതുകൊണ്ട് എൻഡോപാരസൈറ്റ്സ് എന്ന് പറയുന്നു. പാരസൈറ്റ് മീൻസ് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. അതിനാണ് പാരസൈറ്റ് എന്ന് പറയുക. അവർ സ്വന്തമായിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല, മറ്റു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് അവർ ഭക്ഷണം അവരിൽ നിന്ന് ശേഖരിക്കുന്നു. ആ ഓർഗാനിസം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുക പാരസൈറ്റ്സ്. ഹിയർ ദ പാരസൈറ്റ് ഈസ് എൻഡോപാരസൈറ്റ്. ദാറ്റ് മീൻസ് ദിസ് ലിവ്സ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം. അതിൽ ചിലത് ഫ്രീ ലിവിംഗ് ആണ്. എക്സാമ്പിൾ പ്ലനേറിയ ഫ്രീ ലിവിംഗ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. ദാറ്റ് മീൻസ് ഓൺലി സിംഗിൾ ഓപ്പണിംഗ് പ്രസന്റ്. റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെന്റ്, സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ്. റീപ്രൊഡക്ഷൻ 2 റീപ്രൊഡക്ഷൻ പ്രസന്റ് ആണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. പ്ലനേറിയയിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ഓൾസോ പ്രസന്റ് ഇൻ സം ഇൻഡിവിജ്വൽസ്. ദെൻ ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ, ഡെവലപ്മെന്റ് ഇസ് ഇൻഡയറക്റ്റ്. മെനി ലാർവൽ സ്റ്റേജസ് പ്രസന്റ്. ഇനി ഇവിടെ പ്ലനേറിയയുടെ ഒരു പ്രത്യേകതയാണ്, ഇറ്റ് ഹാസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. റീജനറേറ്റ് ചെയ്യുക, വീണ്ടും ഉണ്ടാക്കുക. വാട്ട് ഈസ് റീജനറേഷൻ കണ്ടറിയാം. ഒരു പ്ലനേറിയ അത് 3 പീസസ് ആയിട്ട് ബ്രോക്കൺ ആയി. സോ ഓരോ പീസിനും ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വലായിട്ട് ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പൊട്ടൻസി ഉണ്ട്. സോ ദാറ്റ് ഈസ് റീജനറേഷൻ. യൂണീക്ക് ഫീച്ചേഴ്സ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസിന്റെ മാത്രം പ്രത്യേകതകളാണ്. ബോഡി അൺസെഗ്മെന്റഡ് ആണ്, സെഗ്മെന്റേഷൻ ഇല്ല. ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ്, അതായത് ഫ്ലാറ്റൻഡ് ബോഡിയാണ്, അതുകൊണ്ട് ഫ്ലാറ്റ് വേംസ് എന്ന് പറയണേ. ഇനി ടേപ്പ് വേം മാത്രം അൺസെഗ്മെന്റഡ് ബോഡി എന്ന് പറഞ്ഞാലും ടേപ്പ് വേമിന്റെ ബോഡി സെഗ്മെന്റഡ് ആണ്, സെഗ്മെന്റേഷൻ പ്രസന്റ് ആണ്. അപ്പോൾ ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം. എക്സ്ക്രീഷൻ ബൈ ഫ്ലെയിം സെൽസ്. ഇവിടെ എക്സ്ക്രീഷൻ, പ്രോപ്പർ എക്സ്ക്രീഷൻ ഉണ്ട്, ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് വേസ്റ്റ് നടക്കുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലെയിം സെൽസ് ഓർ പ്രോട്ടോനെഫ്രീഡിയ. ദെൻ യൂണീക്ക് ഫീച്ചേഴ്സ്. പാരസിറ്റിക് ആയതുകൊണ്ട് കുറച്ച് പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് പ്രസന്റ് ആയിരിക്കും. ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഇൻ പാരസിറ്റിക് ഫോംസ്. അപ്പോൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്യാൻ, മറ്റുള്ളവരുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഹുക്സും പിന്നെ ബ്ലഡൊക്കെ സക്ക് ചെയ്യാനുള്ള സക്കേഴ്സും പ്രസന്റ് ആണ്. ദിസ് ഇസ് ദ പാരസിറ്റിക് അഡാപ്റ്റേഷൻ ഓഫ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. സം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ത്രൂ ദിയർ ബോഡി സർഫസ്. ചിലർ ബോഡി സർഫസിൽ കൂടെ തന്നെ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ, അത് ഏത് ഓർഗാനിസത്തിലാണ് ജീവിക്കുന്നത് അവരുടെ ശരീരത്തിൽ നിന്ന് ഈ
ബോഡി വഴി തന്നെ അവർ അബ്സോർബ് ചെയ്യും. അവർക്ക് പ്രത്യേകിച്ച് ഹുക്സും സക്കേഴ്സും ഒന്നും വേണ്ട. എക്സാമ്പിൾസ് ടീനിയ സോളിയം, പോർക്ക് ടേപ്പ് വാമാണത്. ലിവർ ഫ്ലൂക്ക്, ഫാഷിയോള, ലിവർ ഫ്ലൂക്ക്. ദെൻ പ്ലനേറിയ ഈസ് ഫ്രീ ലിവിങ്. ബാക്കി രണ്ടും പാരസൈറ്റ്സ് ആണ്, എൻഡോ പാരസൈറ്റ്സ് ആണ്. ഇനി അറ്റ് എ ഗ്ലാൻസ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ ഒന്ന് കാണാം. ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം. സിമെട്രി ബൈലാറ്ററൽ. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. എ സീലോമേറ്റ് ആണ്. മെയിൻലി അക്വാട്ടിക് ബട്ട് സം ആർ ഫ്രീ ലിവിങ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ്. റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റംസ് ആബ്സെന്റ്. Reproduction both sexual and asexual. Development indirect. Unique features unsegmented body, dorsoventrally flattened, excretion by flame cells, parasitic adaptation, hooks and suckers present. Some organisms absorb food through their body surface. Examples Taenia solium, tapeworm ആണ് പറയുക. Then fasciola, liver fluke ആണ്. Then planaria. Here planaria is free living. So next we can pass on to another phylum, phylum Aschelminthus. റൗണ്ട് വേംസ് ആണ്. നേരത്തെ പ്ലാറ്റിഹെൽമിന്തസ് ഫ്ലാറ്റ് വേംസ് ആയിരുന്നു, ഇവിടെ റൗണ്ട് വേംസ്. ഫൈലം ഏഷ്യൽമിന്തസ്. ഇവിടെ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സിമെട്രി ബൈലാറ്ററൽ ആണ്. 3 germ layers പ്രസന്റ് ആണ്. സോ ട്രിപ്ലോബ്ലാസ്റ്റിക്. സീലോം സ്യൂഡോസീലോമേറ്റ്, അതായത് ഫോൾസ് സീലോം പ്രസന്റ് ആണ് ഇവിടെ. സ്യൂഡോസീലോമേറ്റ് കണ്ടീഷൻ ആണ്. ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് അക്വാട്ടിക്കും ടെറസ്ട്രിയലും കാണാം. അക്വാട്ടിക് മീൻസ് seen in water, terrestrial means living on land. Free living ഉണ്ട്, പാരസിറ്റിക്കും ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സോ സെപ്പറേറ്റ് മൗത്തും ഏനസും പ്രസന്റ് ആണ്. ദെൻ ട്യൂബുലാർ എലിമെന്ററി കനാൽ വിത്ത് വെൽ ഡെവലപ്ഡ് മസ്കുലാർ ഫാരിങ്സ്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയി. എലിമെന്ററി കനാലും ഉണ്ട്, മസ്കുലാർ ഫാരിങ്സും പ്രസന്റ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെന്റ്, സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ്. റീപ്രൊഡക്ഷൻ, the organisms are dioecious. That means രണ്ട് സെക്സസും സെപ്പറേറ്റ് ആണ്. അതായത് മെയിൽ ഓർഗാനിസവും ഫീമെയിൽ ഓർഗാനിസവും കാണാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണുക. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെന്റ് ഡയറക്റ്റും ആവും ഇൻഡയറക്റ്റും ആവും. അത് ലാർവേ പ്രസന്റ് ആയ ചില ഓർഗാനിസംസും ഉണ്ട്, ചിലതിൽ ലാർവൽ സ്റ്റേജ് ഇല്ല. ദെൻ യൂണീക് ഫീച്ചേഴ്സ്. ബോഡി ഈസ് സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ. ബോഡി ക്രോസ് സെക്ഷൻ എടുത്താൽ സർക്കുലർ ഷേപ്പിൽ കാണാം. ദെൻ സിൻസീഷ്യൽ എപ്പിഡെർമിസ്. എപ്പിഡെർമിസിൽ മൾട്ടി ന്യൂക്ലിയസ്, കുറേ ന്യൂക്ലിയസ് കാണാം. തിക്ക് ക്യൂട്ടിക്കിൾ, ബോഡിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. തിക്കായിട്ടുള്ള ഒരു ക്യൂട്ടിക്കിൾ പ്രസന്റ് ആയിരിക്കും. ദെൻ ആൻ എക്സ്ക്രീറ്ററി ട്യൂബ് ടു റിമൂവ് ബോഡി വേസ്റ്റ് ത്രൂ എക്സ്ക്രീറ്ററി പോർ. ഇവിടെ എക്സ്ക്രീറ്ററി ട്യൂബ് പ്രസന്റ് ആണ് ബോഡി വേസ്റ്റ് റിമൂവ് ചെയ്യാൻ. അതിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് എക്സ്ക്രീറ്ററി പോർ. ദെൻ ഇറ്റ് ഷോസ് സെക്ഷുവൽ ഡൈമോർഫിസം. ദാറ്റ് മീൻസ് മെയിലിനെയും ഫീമെയിലിനെയും കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിനെയാണ് സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറയാം. ഇറ്റ് ഈസ് ദ മോർഫോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ദാറ്റ് മീൻസ് യു ക്യാൻ ഐഡന്റിഫൈ മെയിൽ ആൻഡ് ഫീമെയിൽ. ഇവിടെ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. മെയിലിനേക്കാളും നീളം കൂടുതലായിരിക്കും. ദിസ് ഇസ് ദ മെയിൽ വിച്ച് ഇസ് ഷോർട്ടർ വൺ. ദിസ് ഇസ് ദ ഫീമെയിൽ വിച്ച് ഇസ് ലോങ്ങർ ദാൻ മെയിൽ. ഫീമെയിൽ ആയിരിക്കും ലെങ്ത് കൂടുതൽ. എസ്കാരിസ് എന്ന റൗണ്ട് വേം ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഫൈലം ഏഷ്യൽമിന്തസിലെ ഓർഗാനിസംസ് എസ്കാരിസ്, ഹൂക്ക് വേം, ദെൻ ഫൈലേറിയൽ വേം. അപ്പോൾ എസ്കാരിസിന് റൗണ്ട് വേം എന്ന് പറയാം. ഹുക്ക് വേമിനെ ആൻകൈലോസ്റ്റോമ. ഫൈലേറിയൽ വേം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അസുഖം എന്ന്. മന്ത് ഉണ്ടാക്കുന്നതാണ്. വൂഷ്റേറിയ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. സോ ഫൈലം ഏഷ്യൽമിന്തസ് കംപ്ലീറ്റ് ആയി. അറ്റ് എ ഗ്ലാൻസ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് കാണാം. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, സ്യൂഡോസീലോമേറ്റ്, അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ, ഫ്രീ ലിവിങ് ആസ് വെൽ ആസ് പാരസിറ്റിക്. പല ഓർഗാൻസും പല തരത്തിലായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് രണ്ടും കൊടുത്തിരിക്കുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്, ബട്ട് ഹിയർ ഓൾസോ റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം ആർ ആബ്സെന്റ്. റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, ഡയേഷ്യസ് ആണ്. ദാറ്റ് മീൻസ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് പ്രസന്റ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെന്റ് ഐദർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, പല ഇൻഡിവിജ്വൽസിൽ പല രീതിയിലായിരിക്കും. യൂണീക് ഫീച്ചേഴ്സ്, എപ്പിഡെർമിസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. തിക്ക് ക്യൂട്ടിക്കൽ കവറിംഗ് ബോഡിയുടെ പുറത്തുണ്ട്. എക്സ്ക്രീറ്ററി ട്യൂബ് പ്രസന്റ് ആണ്. സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് എസ്കാരിസ്, ആൻകൈലോസ്റ്റോമ, വൂഷറേറിയ. ഇതൊക്കെയാണ് ഫൈലം ഏഷ്യൽമിന്തസിന്റെ ഫീച്ചേഴ്സ്.